ഹായ് മക്കളെ, പ്ലസ് ടു അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തിൽ നിന്നും ഈ 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? എങ്കിൽ വാ ക്വസ്റ്റ്യൻ വായിച്ചോ. ഓക്കെ, ഇതൊരു ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ അല്ലേ? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന റിയലൈസേഷൻ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ഡിഫിക്കൽട്ടീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ബട്ട് ഇത് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ക്ലിയർ അല്ലേ? അതായത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനും എങ്ങനെയാണ് ചെയ്യുക എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ക്ലിയർ അല്ലേ? സോ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ സെറ്റ് ആക്കി വെക്കേണ്ടത്, ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നൈസ് ആക്കി നോക്കിക്കേ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 സ്റ്റെപ്പ് ഉണ്ട്, ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. അതേപോലെ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ഈ 2 സ്റ്റെപ്പ് മാത്രം ഓരോ അക്കൗണ്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റിയലൈസേഷനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ക്വസ്റ്റ്യന് കൊടുത്ത ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യന് കൊടുത്ത ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഒരു 6 ഐറ്റംസ് ഒഴികെ. എത്ര ഐറ്റംസ് ഒഴികെ? 6 ഐറ്റംസ് ഒഴികെ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഏതൊക്കെയാണത്? 1 ക്യാഷ്, 2 ബാങ്ക്, 3 പാർട്ട്നേഴ്സ് ലോൺ. ഓക്കെ അല്ലേ? പാർട്ട്നേഴ്സ് ലോൺ. 4-മത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. 5-മത്തെ ജനറൽ റിസർവ്. 6-മത്തത് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഈ 6 ഐറ്റംസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിയലൈസേഷൻ അക്കൗണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. സിമ്പിൾ പരിപാടി. ക്ലിയർ അല്ലേ? അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ലാബിലിറ്റി സൈഡിലേക്ക് നോക്കുകയാണ്. ഫസ്റ്റ് ക്രെഡിറ്റേഴ്സ്. നമ്മുടെ ലിസ്റ്റിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ക്രെഡിറ്റേഴ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് ബാങ്ക് ലോൺ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും, കാരണം നമ്മൾ ലിസ്റ്റിൽ ബാങ്ക് ലോൺ ഇല്ല. ദെൻ മിസ്സിസ് എ ലോൺ. മിസ്സിസ് എ ലോൺ ഉദ്ദേശം വൈഫ് ലോൺ ആണ്. വൈഫ് ലോൺ അല്ല ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്, പാർട്ട്നേഴ്സ് ലോൺ ആണ്. വിച്ച് മീൻസ് പാർട്ട്ണർ ലോൺ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോ മിസ്സിന് പകരം എ ലോൺ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം? പാർട്ട്ണർ ലോൺ ആണ്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പാടില്ല റിയലൈസേഷനിലേക്ക്. എന്നാൽ നേരെ മറിച്ച് മിസ്സിസ് ആണ്, പാർട്ട്ണർ വൈഫാണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സാധാ ലയബിലിറ്റിയെ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ മിസ്സിസ് എ ലോൺ വന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിയലൈസേഷനിലേക്ക് റെക്കോർഡ് ചെയ്യണം. എല്ലാ കുട്ടികളും മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു ഏരിയ ആണിത്. കാരണം മിസ്സിസ് എ ലോൺ എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിനെ ലോണിനെ പോലെ ട്രീറ്റ് ചെയ്യും എന്ന് റിയലൈസേഷനെ കാണിക്കില്ല. തെറ്റാണ്. ഓക്കെ അല്ലേ? സോ പ്രത്യേകം വ്യക്തമായിട്ട് പറയണം പാർട്ട്നേഴ്സ് ലോൺ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ മിസ്സിസ് എ ലോൺ നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എഴുതാൻ പാടില്ല. 4-മത്തെ ഐറ്റം ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ? ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. റെക്കോർഡ് ചെയ്യോ? ഇല്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പ്രോഫിറ്റോ ലോസും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ ഐറ്റവും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യന് കൊടുത്ത ബാലൻസ് ഷീറ്റിൽ നിന്നും റെക്കോർഡ് ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ക്യാഷ് അറ്റ് ബാങ്കും പ്രോഫിറ്റ് ലോസും ക്യാപിറ്റലൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിയലൈസേഷനിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. എങ്കിൽ നൈസ് ആയിട്ട് പിടിച്ചോ. ഫസ്റ്റ് ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തുള്ളത്? ക്രെഡിറ്റേഴ്സ് അല്ലേ? നേരെ റെക്കോർഡ് ചെയ്യും ഓപ്പോസിറ്റിലേക്ക്. ഓക്കെ അല്ലേ? സോ നമ്മൾ നൈസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എത്രയായിരുന്നു എമൗണ്ട്? 16,000. ദെൻ ബാങ്ക് ലോണും മിസ്സിസ് എ ലോണും. ഓക്കെ, ബാങ്ക് ലോണിന്റെ വാല്യൂ എത്രയായിരുന്നു? ബാങ്ക് ലോൺ എത്രയാണ്? 8,000 ബാങ്ക് ലോൺ. അതേപോലെ തന്നെ മിസ്സിസ് എ ലോൺ എത്രയാ? 15,000 എന്ത്? മിസ്സിസ് എ ലോൺ നമ്മൾ റെക്കോർഡ് ചെയ്തു. വ്യക്തമായിട്ട് വൃത്തിക്ക് നമ്മൾ രണ്ടും എന്ത് ചെയ്തു, ഈ 3 ഐറ്റത്തെ നേരെ റിയലൈസേഷന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തു. ഇനി അതേ പാറ്റേണിൽ തന്നെ നമുക്ക് എന്തും റെക്കോർഡ് ചെയ്യണം. ഇവിടെ കൊടുത്തുള്ള അസറ്റ് സൈഡ് കൊടുത്തുള്ള ഐറ്റത്തെ റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ ശ്രദ്ധിക്കുക, 20,000 ആണ് ഡെപ്റ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഡെപ്റ്റേഴ്സ് നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യേണ്ടത്? 20,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ ഡെപ്റ്റേഴ്സും കൂടെ ഒരു പ്രൊവിഷൻ വന്നല്ല, മൈനസ് ചെയ്ത 600 രൂപ. ഈ 600 നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റിയെ പോലെ ട്രീറ്റ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടേക്ക് നോക്കിക്കേ, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 20,000 മൈനസ് 600 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 20,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റെക്കോർഡ് ചെയ്യണം. ബാക്കിയുള്ള 600 രൂപയിൽ ഇത് പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ജസ്റ്റ് ലൈക്ക് ലയബിലിറ്റിയെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്ക് ആണ് 17,000. ഓക്കെ അല്ലേ? സോ നമ്മൾ നേരെ റെക്കോർഡ് ചെയ്യുന്നു. സ്റ്റോക്ക് 17,000. ഓക്കെ, അതിനടുത്ത ഐറ്റം മിഷനറി ആണ്. ഓക്കെ, മിഷനറിന്റെ വാല്യൂ 7,000 ആണ് അല്ലേ?
മിഷനറിന്റെ വാല്യൂ 7000 ആണ്. ലാസ്റ്റ് ഫൈനൽ ബിൽഡിംഗ് 30,000. ഓക്കെ, അവസാനമായിട്ട് ബിൽഡിംഗ് എത്ര വരും? 30,000. ഓക്കെ, ഫട്ടാഫട്ട് ഖത്തം, കഴിഞ്ഞു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായാലും ചെയ്തിരുന്നത്, ഓക്കെ, ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ ഈ 6 ഐറ്റംസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്തു? റിയലൈസേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്തു. ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? എന്നാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ 8 ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഐറ്റത്തിന് എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം, എക്സെപ്റ്റ് പ്രൊവിഷൻ ഒഴികെ. പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? സോ പ്രൊവിഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റവും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെക്കൻഡ് സ്റ്റെപ്പിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പം അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള വാല്യൂ എന്താണോ ആ വാല്യൂവിന് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഫസ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ? ഡെപ്റ്റേഴ്സിനെ പറ്റി അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡെപ്റ്റേഴ്സിനെ റിയലൈസ് ചെയ്ത വാല്യൂ 16 ആണ്, 16,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റേഴ്സിന് 16,000 രൂപ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ, ഇവിടെ നമ്മൾ ഇപ്പൊ ചെയ്ത കാര്യം നിലവിൽ അസറ്റിനൊക്കെ ക്ലോസ് ചെയ്തു, അസറ്റിനെയും ലാബിലിറ്റി നമ്മൾ ക്ലോസ് ചെയ്തു. അതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്. സെക്കൻഡ് സ്റ്റെപ്പിൽ അസറ്റിനെ വിൽക്കുകയും ലാബിലിറ്റിയെ പെയ്ഡ് ഓഫും ചെയ്യും. എങ്ങനെ? അസറ്റ് നമ്മൾ സെൽ ചെയ്യും, ലാബിലിറ്റി നമ്മൾ പെയ്ഡ് ഓഫ് ചെയ്യും, കൊടുത്തു തീർക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? അതാണ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ 16,000. അതായത് മനസ്സിലായോ? നമുക്ക് 20,000 രൂപ ഒരാൾ തരാനുണ്ടായിരുന്നു, അത് 20,000 തന്നോ? ഇല്ല, 16,000 മാത്രമേ റിയലൈസ് ചെയ്തിട്ടുള്ളൂ. വിച്ച് മീൻസ് 16,000 മാത്രമേ അയാളെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 16,000 റെക്കോർഡ് ചെയ്യും. ഇത് മനസ്സിലായോ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. ബാങ്ക് ബ്രാക്കറ്റിൽ ഡെപ്റ്റേഴ്സ് എത്രയായിരുന്നു എമൗണ്ട്? 16,000. ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിനെ പറ്റി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? 20% ലെസ് എന്ന് പറഞ്ഞത്. അതായത് ഈ ക്വസ്റ്റ്യനിലെ സ്റ്റോക്കിന്റെ വാല്യൂ 17,000 രൂപയാണ് ക്വസ്റ്റ്യനിലെ സ്റ്റോക്കിന്റെ വാല്യൂ അല്ലേ? അതിന് 20% എന്ന് പറഞ്ഞ കാരണം ഏകദേശം എത്ര വരും അറിയാവോ? 3,400 റുപ്പീസ് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ 3,400 രൂപ കുറഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ. 20% ലെസ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ടാവും? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ബാങ്ക് ബ്രാക്കറ്റിൽ സ്റ്റോക്ക് എത്ര? 13,600. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സ്റ്റോക്കിനെ പറ്റിയും റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് എന്താ? മിഷനറി 7,000. മിഷനറിയെ പറ്റി എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇതാ, മിഷനറി ടേക്കൺ ഓവർ ബൈ ബി അറ്റ് 8,000. 7,000 രൂപയുടെ മിഷനറി ആര് എടുത്തോണ്ട് പോയി? ബി എടുത്തോണ്ട് പോയി. അപ്പൊ ആലോചിച്ച് നോക്കിയേ, പാർട്ട്ണർ എടുത്തോണ്ട് പോയി, നമുക്ക് പൈസ കിട്ടിക്കണോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ബാങ്കിന് പകരം നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബീസ് ക്യാപിറ്റൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബീസ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ മിഷനറി. ഓക്കെ, എത്ര എമൗണ്ട്? 8,000. ഇത് പറഞ്ഞ കാര്യം ക്ലിയർ, എല്ലാവർക്കും ഓക്കെ ആണ്? എന്താ ചെയ്തത്? നമുക്കിപ്പോൾ റിയലൈസ് ചെയ്തതിന് പകരം, അതായത് ഇവിടെ നമ്മൾ ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ചെയ്ത് റിയലൈസ് ചെയ്ത് വിറ്റു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ നേരെ മറിച്ച് മിഷനറിയുടെ കേസിലേക്ക് നോക്കുമ്പോൾ പാർട്ണർ എടുത്തോണ്ട് പോവാ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബാങ്കിന് പകരം പാർട്ണറുടെ പേര് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അടുത്ത എന്താ? ബിൽഡിംഗ് 30,000. ബിൽഡിങ്ങിനെ പറ്റി എന്താ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? നോക്കിയേ, ബിൽഡിംഗ് 5,000 മോർ ദാൻ ബുക്ക് വാല്യൂ. അതായത് 30,000 രൂപയായിരുന്നു ബിൽഡിങ്ങിന് ഉണ്ടായിരുന്നത്, അതിന്റെ 5,000 കൂടുതലാണ് അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാങ്ക് ബ്രാക്കറ്റിൽ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ എത്ര ഉണ്ടാവും ടോട്ടൽ എമൗണ്ട്? 35,000. 5,000 ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതലാണ്. ബുക്ക് വാല്യൂ എത്രയാണ്? 30 ആണ്. സോ 30,000 5,000 കൂടുതൽ. സോ 35,000. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ? ക്രെഡിറ്റേഴ്സിനെ പറ്റി നോക്കാം. എന്താണ് ക്രെഡിറ്റേഴ്സിനെ പറ്റി പറഞ്ഞത്? നോക്കിയേ, ക്രെഡിറ്റേഴ്സ് ആർ സെറ്റിൽഡ് ഫോർ ₹13. 13,000. ഓക്കെ, നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. ബാങ്ക് ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട്? 13,000. ക്ലിയർ അല്ലേ? അടുത്ത ബാങ്ക് ലോൺ ആണ്. എന്താ ബാങ്ക് ലോണിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ബാങ്ക് ലോണിനെ പറ്റി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സി എഗ്രി ടു ഡിസ്ചാർജ് ദ ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ ആര് കൊടുക്കാമെന്ന് തീരുമാനിച്ചു? സി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ബാങ്കിൽ എന്ത് ചെയ്താൽ മതി? ബാങ്കിന് പകരം സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? ബാങ്കിന് പകരം സീസ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ എന്ത് പറഞ്ഞതും ബാങ്ക് ലോൺ. എത്ര എമൗണ്ട്? 8,000. എന്താ ഇതിന്റെ അർത്ഥം? എടാ, ബാങ്ക് ലോൺ ആര് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്? സി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? സിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഏരിയ മതി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. അടുത്ത എന്താ? മിസ്സിസ് എ ലോൺ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി ബാങ്ക് എന്ന് പറഞ്ഞ് എന്ത് റെക്കോർഡ് ചെയ്യുന്നു? മിസ്സിസ് എ ലോൺ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നു. എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്? 15,000. ഓക്കെ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊവിഷൻ ആണ്. നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇനി എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. ഏറ്റവും അവസാനം കാണാൻ പറ്റും റിയലൈസേഷൻ എക്സ്പെൻസ് 4,000 ഉണ്ട്, വിച്ച് വാസ് മെറ്റ് ബൈ എ. മേ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തതിനെ? റിയലൈസേഷൻ എക്സ്പെൻസ് ആയതുകൊണ്ട് അതിന് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ജസ്റ്റ് ലൈക്ക് എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന അറിയാവോ?
എസ് ക്യാപിറ്റൽ എ ആണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. സോ എസ് ക്യാപിറ്റൽ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ എക്സ്പെൻസസ് 4000 എവിടെ റെക്കോർഡ് ചെയ്യും? ലയബിലിറ്റി പെയ്ഡ് ഓഫ് ചെയ്ത് നമ്മൾ എവിടെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതേ സൈഡിൽ തന്നെ റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ലാസ്റ്റ് അതിന് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്ന അറിയാമോ? 1,40,000. ഓക്കെ, 11,44,00 11,44,00. സോ ബാലൻസ് എമൗണ്ട് 1,800 രൂപയായിരിക്കും വരാം. ഇത് നമ്മൾ ആർക്കും വിളിച്ചെടുക്കും? എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ 3 പേർക്കും വിളിച്ചെടുക്കും. എത്ര? 720, 720, 360. എന്താ അവിടെ സംഭവിച്ചത്? ബാലൻസിങ് ആണ്. നോർമലി സാധാരണ ലെഡ്ജർ എങ്ങനെയാണോ ബാലൻസ് ചെയ്യുക അതേപോലെ തന്നെ രണ്ട് സൈഡും സം ചെയ്യും. ഓക്കെ അല്ലേ? ഡെബിറ്റ് സൈഡ് സമയം എത്ര കിട്ടും? 11,44,00 കിട്ടും. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് സമയം നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കുകയാണെങ്കിൽ 11,22,00 ആണ്. സോ ഹയസ്റ്റ് വാല്യൂ ഏതാ? ഓക്കെ, ഡെബിറ്റിലെ വാല്യൂ ആണ്. സോ ഡെബിറ്റിലെ വാല്യൂ രണ്ട് സൈഡിലേക്കും റെക്കോർഡ് ചെയ്യും. ദെൻ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ബാലൻസ് എമൗണ്ട് ഇവിടെ എഴുതും. ഓക്കെ, ലോവർ സൈഡിൽ എഴുതും. എന്നിട്ട് ഈ റിയലൈസേഷൻ ലോസ് നമ്മൾ ആർക്ക് വിരിച്ചു കൊടുക്കും? പാർട്ട്നേഴ്സിന് വിരിച്ചു കൊടുക്കും. ഏത് റേഷ്യോയിൽ? ക്വസ്റ്റ്യന് കൊടുത്ത റേഷ്യോ ഉണ്ട് 2:1. ക്ലിയർ അല്ലേ? സോ ഈ 2:2 എന്ന് പറഞ്ഞ റേഷ്യോ നമ്മൾ ആർക്ക് വിരിച്ചു കൊടുക്കും? എക്കും ബിക്കും സിക്കും എന്ത് ചെയ്യും? വിരിച്ചു കൊടുക്കും. ഓക്കെ, സോ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതായത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ക്വസ്റ്റ്യന് കൊടുത്തുള്ള 3 ഐറ്റംസ് ഏതൊക്കെ? ശ്രദ്ധിച്ചു കേട്ടോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ഓർ ലോസ്. ഈ 3 ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. നോക്കിയേ, ഈ ക്വസ്റ്റ്യനിലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന്റെ ബാലൻസ് എത്ര? അത് ABC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 18,000, 12,000, 13,000 അല്ലേ? ജനറൽ റിസർവ് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. അതുപോലെ പ്രോഫിറ്റ് ഓർ ലോസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. 6,000 കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓൾഡ് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ലോസ്, ഈ 3 ഐറ്റത്തെ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ എത്ര അവിടെ ക്യാപിറ്റൽ വന്നിട്ടുള്ളത്? 18, 14, 12 അല്ലേ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യുന്നു. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ബ്രോഡ് ആണ്. ഓക്കെ, ബാലൻസ് ബ്രോഡ്. എത്ര എമൗണ്ട്? 18,000, 14,000, 12,000. ഓക്കെ അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇവിടെ പ്രോഫിറ്റ് ലോസ് കൊടുത്തിന് 6,000 റുപ്പീസ് അല്ലേ? സോ ഈ പ്രോഫിറ്റ് ലോസിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക. ഏത് റേഷ്യോയിൽ? 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ അല്ലേ? സോ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എത്ര ഉണ്ടാവും എമൗണ്ട്? 2,400, 2,400, 1,200. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഇതാണെന്ത്? ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ക്വസ്റ്റ്യന് കൊടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത റിയലൈസേഷൻ അക്കൗണ്ട് ഇല്ലേ? റിയലൈസേഷൻ അക്കൗണ്ട് എവിടെയെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യാം. അതായത് ഇവിടെ ഡെബിറ്റ് സൈഡിലേക്ക് നോക്കിക്കേ, ഇവിടെ സീസ് ക്യാപിറ്റൽ വന്നു, എസ് ക്യാപിറ്റൽ വന്നു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? അതേപോലെ ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബീസ് ക്യാപിറ്റൽ വന്നു, പിന്നെ അതാ റിയലൈസേഷൻ ലോസും വന്നു, അതിന് ഡെബിറ്റ് സൈഡിലേക്കും റെക്കോർഡ് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലേക്കും റെക്കോർഡ് ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ഇവിടെ നോക്കാൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ സീസ് ക്യാപിറ്റൽ 8,000 ഉണ്ട്, എസ് ക്യാപിറ്റൽ 4,000 ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യും. അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ? എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ. ഓക്കെ, റിയലൈസേഷൻ. സോ എന്റെ അക്കൗണ്ടിൽ എത്ര രൂപയാണ് പറഞ്ഞിരുന്നത്? സിന്റെ അക്കൗണ്ടിൽ 8,000. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സിന്റെ ക്യാപിറ്റൽ 8,000 രൂപ റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം എന്റെ അക്കൗണ്ട് എത്രയായിരുന്നു? 4,000. എന്റെ അക്കൗണ്ട് എത്ര റെക്കോർഡ് ചെയ്യുന്നു? 4,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ രണ്ടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സീസ് ക്യാപിറ്റലും റെക്കോർഡ് ചെയ്തു, എസ് ക്യാപിറ്റലും റെക്കോർഡ് ചെയ്തു. എങ്ങോട്ട്? ക്യാപിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇത് ഓക്കെ അല്ലേ? ഇനി അതേസമയം ക്രെഡിറ്റ് സൈഡ് എന്ത് വന്നിട്ടുണ്ട്? ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യണം. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ഓക്കെ, റിയലൈസേഷൻ. ഓക്കെ, ആരെ ക്യാപിറ്റൽ ആയിരുന്നു? ബീസ് ക്യാപിറ്റൽ. എത്രയായിരുന്നു എമൗണ്ട്? 8,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിയലൈസേഷൻ ലോസിനെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യും. ഓക്കെ, റിയലൈസേഷൻ ലോസ്. ഓക്കെ അല്ലേ? റിയലൈസേഷൻ. ഓക്കെ, സോ ദ ലോസ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ 720, 720, 360 ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാം. വിച്ച് മീൻസ് എല്ലാം നമ്മൾ ഓപ്പോസിറ്റാ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തേനു? ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ 3 ഐറ്റംസിനെ ചെക്ക് ചെയ്യണം. ഏതൊക്കെ? ഓപ്പണിംഗ് ക്യാപിറ്റൽ, പ്രോഫിറ്റ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ പ്രിപ്പയർ ചെയ്ത റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെയെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? പാർട്ട്നേഴ്സിന്റെ പേര് വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അതിനെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും സെറ്റ് അല്ലേ?
ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? നൈസായിട്ട് എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 22,000 14,000 14,000 20,000 20,000. സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റും? 18,440 2,880 1,880. ഇത് നമ്മൾ എന്ത് പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്നതാവോ? ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ക്യാഷ് അക്കൗണ്ട്, സോറി ക്യാപിറ്റൽ അക്കൗണ്ട്. അവസാനം എന്ത് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യേണ്ടത്? ബാലൻസ് കിട്ടിയ എമൗണ്ട് ഇനി നമ്മൾ ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞല്ല, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലി ബാങ്ക് അക്കൗണ്ട് ആണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒഴിവാക്കിയ ഐറ്റംസ് ഏതൊക്കെ? ക്യാഷ്, ബാങ്ക്, പാർട്ട്നേഴ്സ് ലോൺ. ഈ 3 ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റെക്കോർഡ് ചെയ്യണം. നോക്കിക്കേ, ഈ ക്വസ്റ്റിന് ക്യാഷ് ബാങ്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെ റെക്കോർഡ് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും അല്ലേ? എന്ത് പറഞ്ഞാൽ കാണിക്കാന്നറിയാവോ? ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, ബാലൻസ് ബ്രോ ഡൗൺ. എത്ര എമൗണ്ട്? 3,600. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? 3,600 റെക്കോർഡ് ചെയ്തു ഓപ്പോസിറ്റ് സൈഡിലേക്ക്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ സിമ്പിൾ ആണ്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലേ? ഓക്കെ, ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെയെല്ലാം ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ അതിനെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എങ്ങനെ? റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെയെല്ലാം ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ അതിനെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഡെബിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 1 2 2 ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. എത്ര? 15,000 + 13,000 അല്ലേ? സോ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 28,000. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു അല്ലേ? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതി വെക്കും. എന്ത് പറഞ്ഞ് എഴുതി വെക്കും? റിയലൈസേഷൻ. എത്രയായിരുന്നു എമൗണ്ട്? 28. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കാണിച്ചാൽ മതി കേട്ടോ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ബാങ്ക് 13,000 + 18,000 എത്ര? 28,000 ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അതേ സമയം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുകയാണ് 1 2 3 ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ? എത്രയായിരുന്നു എമൗണ്ട്? 16,000. എത്രയാണ്? 16. 16,000 + 13,600 + 35,000 35,000 = 64,600 വരും. ഇതെല്ലാത്തിനെയും എന്ത് ചെയ്യാം? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ. ഓക്കെ അല്ലേ? റിയലൈസേഷൻ എത്രയാണ്? 64,600. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റിയലൈസേഷനിലെ ബാങ്കിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ? ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെയെങ്കിലും ബാങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഉണ്ട്. അതിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യാം. പറഞ്ഞ കാര്യം ക്ലിയർ. വിച്ച് മീൻസ് എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ. ഈ എമൗണ്ടിന് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കാണിക്കുന്നു. ഓക്കെ, സോ റെക്കോർഡ് ചെയ്യുന്നു എസ് ക്യാപിറ്റൽ. ഓക്കെ, 1,880. അതേപോലെ തന്നെ ബിസ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 2,880. ലാസ്റ്റ് ആൻഡ് ഫൈനലി സീസ് ക്യാപിറ്റൽ. എത്രയായിരുന്നു? സീസ് ക്യാപിറ്റലിന്റെ വാല്യൂ എത്രയായിരുന്നു? 18,440. 18,440. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ റിയലൈസേഷൻ. ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ. സോ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യന് കൊടുത്തുള്ള ബാലൻസ് ഷീറ്റിലെ 3 ഐറ്റത്തിനെ റെക്കോർഡ് ചെയ്യണം. എന്താണ്? ക്യാഷ്, ബാങ്ക്, പാർട്ട്നേഴ്സ് ലോൺ. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? റിയലൈസേഷനിൽ എവിടെയൊക്കെ ബാങ്ക് എന്ന് പറഞ്ഞു വന്നോ അതിനെല്ലാത്തിനെയും ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുക. അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞ് വന്ന ഐറ്റത്തെ എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതെല്ലാം കൂടി നമുക്ക് സം ചെയ്ത് നോക്കാൻ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 68,200 ആയിരിക്കും. എത്രയാണ്? 68,200. വിച്ച് മീൻസ് രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ബാങ്ക് അക്കൗണ്ട് ഒരു ക്യാഷ് അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യാൻ നമുക്ക് വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.